ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നടന്നതും വോട്ട് ചോരി തന്നെയാണോ? 56,000-ലധികം BJP അനുകൂല വോട്ടർമാരെ തൃശൂരിലെ പൂട്ടിക്കിടക്കുന്ന ഫ്ളാറ്റുകളുടെ വിലാസത്തിൽ വോട്ടർ പട്ടികയിൽ ചേർത്തു എന്ന പ്രതിപക്ഷാരോപണം സത്യമാണോ? തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന് പുറത്തു നിന്നുള്ളവർക്ക് വ്യാജ മേൽവിലാസമുണ്ടാക്കി വോട്ട് ചേർത്തിട്ടുണ്ടോ? സുരേഷ് ഗോപിയുടെ വിജയം വോട്ട് കൊള്ളയിലൂടെ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണോ? ന്യൂസ് മലയാളം നടത്തിയ അന്വേഷണത്തിൽ വെളിപ്പെട്ട വസ്തുതകൾ ഞെട്ടിക്കുന്നതാണ്. ആദ്യം RDX ആപ്പ് കാണാം. അയ്യന്തോളിലെ വാട്ടർ ലില്ലി അപ്പാർട്ട്മെന്റിലും പൂങ്കുന്നത്തെ ഇൻലാൻഡ് ഉദയനഗർ അപ്പാർട്ട്മെന്റിലും ന്യൂസ് മലയാളം സംഘം നേരിട്ട് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് പുറത്തുവന്നത്. ഒരേ ഫ്ളാറ്റ് നമ്പർ ഉപയോഗിച്ചും ഫ്ളാറ്റ് നമ്പർ കൃത്യമായി രേഖപ്പെടുത്താതെയും നിരവധി പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുന്നതായി വസ്തുതാന്വേഷണത്തിൽ കണ്ടെത്തി. ഓരോരുത്തരെയും ഞങ്ങൾ അന്വേഷിച്ചു ചെന്നു. ഇതിലൊരാൾ പോലും ഇപ്പോൾ ഈ ഫ്ളാറ്റിൽ താമസമില്ല. നിലവിൽ ഇവിടെ താമസിക്കുന്നവർക്ക് ഇവരെ പറ്റി കേട്ടറിവ് പോലുമില്ല. വന്നു, വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടു, കാണാമറയത്തേക്ക് മാഞ്ഞുപോയി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് പുറത്തുനിന്നെത്തിയ പലരും മേൽവിലാസമായി നൽകിയ ഫ്ളാറ്റുകളിൽ ഇപ്പോൾ താമസക്കാരില്ല. ഉടമ അറിയാതെ അവരുടെ അഡ്രസ്സിലും ആളുകളെ ചേർത്തിരിക്കുന്നു. വെറും 2 ഫ്ളാറ്റിലെ വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ വെളിപ്പെട്ടത് ആരെന്നു പോലും അറിയാത്ത, നിലവിലെ താമസക്കാർക്ക് പരിചയമില്ലാത്ത 46 വോട്ടുകൾ. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുന്നത് സ്വാഭാവികം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധനയ്ക്ക് ശേഷമാണ് അന്തിമ പട്ടിക പുറത്തുവരുന്നതും. എന്നാൽ ആരാണ് ഈ പുതിയതായി ചേർക്കപ്പെട്ടവർ? അവരിപ്പോൾ എവിടെയാണ് താമസം? RDX ന്യൂസ് മലയാളം. ഇനിയേറെ മുഖപുരയില്ലാതെ ന്യൂസ് മലയാളത്തിന്റെ ക്യാമറയിൽ പതിഞ്ഞ ചില ദൃശ്യങ്ങൾ കാണുക. ഞങ്ങളുടെ പ്രതിനിധി ലെബിൻ കെ വിജയനും ഷഹീർ ഗുരുവായൂരും ആദ്യം എത്തിയത് തൃശൂർ അയ്യന്തോളിലെ വാട്ടർ ലില്ലി അപ്പാർട്ട്മെന്റിലാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഇവിടെ ഒരു 3 ആളുകൾ ഫ്ലാറ്റിലാണെന്ന് പറഞ്ഞിട്ട് ഒരു ശ്രീഹരി കെ നായർ, മായ രാമദാസ്, ഹരിദാസ് എന്നെ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകളാണ്. ശ്രീഹരി കെ നായർ, മായ രാമദാസ്, ഹരിദാസ് എന്ന് പറയുന്ന അങ്ങനെ ആളുകളായിരിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങളുടെ പുതിയതാണ്. ഇവിടെ നേരത്തെ താമസിച്ചിരുന്ന ആളുകളാണോ? അല്ലല്ല, ഞങ്ങളിപ്പോൾ കുറച്ച് ആളും പോകുന്നതാണ്. ഇനി പൂങ്കുന്നം ഇൻലാൻഡ് ഉദയനഗർ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് ഞങ്ങൾ നടത്തിയ അന്വേഷണം കൂടെ കാണാം. देखने के लिए आया तुम लोग? गाड़ी गेट के अंदर. ശശിധരന്റെ അല്ല, ഫ്ലാറ്റ് നമ്പർ 7 ആയിരുന്നു. നിങ്ങൾ ഒരുപാട് നാളായി ഇവിടെ താമസിക്കുന്നത്? മുൻപ് ഇവിടെ താമസിച്ചിട്ടുണ്ട്. പൂങ്കുന്നം ഇൻലാൻഡ് സമുച്ചയത്തിലെ 4C നമ്പർ ഫ്ളാറ്റിൽ താമസിക്കുന്ന പ്രസന്ന പറയുന്നത് കൂടെ കേൾക്കാം. പ്രസന്നയുടെ മേൽവിലാസം ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ ചേർത്തത് അവർക്കറിയാത്ത 9 പേരെയാണ്. അറിയില്ല, ഞങ്ങൾക്ക് ഇവരെ അറിയില്ല. എങ്ങനെയാണ് ഇവരെ പേര് വന്നത് ഞങ്ങൾക്ക് അറിയില്ല. എത്ര പേര് ഈ അഡ്രസ് ഉപയോഗിച്ച് വോട്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്? 9 പേര് ചെയ്തിട്ടുണ്ടെന്നാ പറയാം. 9 പേര്. ഇതിനെതിരെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും അന്വേഷണം നടത്തുകയോ ചോദിക്കുകയോ മറ്റോ ചെയ്തിരുന്നു? പ്രാവശ്യം വന്നിട്ട് ഇതിലൂടെ പരാതി കൊണ്ടുവന്നപ്പോൾ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇത് സംബന്ധിച്ച് ഇവർ ആരൊക്കെയാണെന്ന് സ്വയം അന്വേഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് അനധികൃതമായി വോട്ടുകൾ ചേർക്കപ്പെട്ടത് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് തന്നെ പരാതി നൽകിയതാണെന്ന് K മുരളീധരൻ, അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി, പറഞ്ഞു. UDF ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്താണ്. ഇവിടെ കുറേ വോട്ടുകൾ അനധികൃതമായി ചേർത്തിട്ടുണ്ടെന്നും അതിൽ പലരും ചാലക്കുടി നിയോജകമണ്ഡലത്തിലെയും അതുപോലെ വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെയും വോട്ടർമാരാണെന്നും കാണിച്ചുകൊണ്ട് വ്യക്തമായിട്ട് അന്ന് കംപ്ലൈൻറ്റ് കൊടുത്താണ്. പക്ഷേ അതിനോട് നെഗറ്റീവായിട്ടുള്ള സമീപനമാണ് അന്ന് റിട്ടേണിംഗ് ഓഫീസറായിരുന്ന കലക്ടർ അന്ന് കാണിച്ചത്. മറ്റു കാര്യങ്ങൾ നമുക്ക് ഡാറ്റ കാർഡിൽ പരിശോധിക്കാം. ന്യൂസ് മലയാളം കണ്ടെത്തിയ വസ്തുതകൾ ഇവയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ 2 ഫ്ളാറ്റുകളിൽ മാത്രം വ്യാജ അഡ്രസ്സിൽ തിരികെ കയറ്റിയത് 46 വോട്ടാണ് എന്ന് ഞങ്ങൾ നേരിട്ട് തന്നെ പരിശോധിച്ച് മനസ്സിലാക്കി. വാട്ടർ ലില്ലി അപ്പാർട്ട്മെന്റിൽ അടഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റിൽ നിന്ന് മാത്രം 30 പേർ പട്ടികയിൽ ഇടം പിടിച്ചു എന്നതൊരു വസ്തുതയാണ്. പൂങ്കുന്നം ഇൻലാൻഡ് ഉദയനഗർ അപ്പാർട്ട്മെന്റ് മേൽവിലാസത്തിലും ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട്. ഒരേ ഫ്ളാറ്റ് നമ്പർ ഉപയോഗിച്ചും ഫ്ളാറ്റ് നമ്പർ രേഖപ്പെടുത്താതെയും പേര് ചേർക്കുകയാണ് ഉണ്ടായത്. ബൂത്ത് 37-ൽ
ഫോം 6 പ്രകാരം പട്ടികയിൽ ഇടം നേടിയ 190-ൽ 24 പേരും മണ്ഡലത്തിന് പുറത്തുള്ളവരാണ് എന്നത് പ്രത്യേകം കാണണം. ഫ്ളാറ്റ് ഉടമകൾ അറിയാതെ അവരുടെ അഡ്രസ്സിൽ ആളുകളെ ചേർക്കുകയായിരുന്നു എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ലോക്സഭാ ഇലക്ഷനിൽ പുറത്തുനിന്ന് ആളുകളെ എത്തിച്ച് BJP വ്യാജ വോട്ട് ചേർത്തു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഒരു ബൂത്തിൽ ശരാശരി 45 വോട്ടുകൾ വരെ ക്രമക്കേടുകൾ നടത്തി ചേർത്തുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. 4 തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ല എന്ന് VS സുനിൽകുമാർ ആരോപണം ഉയർത്തുന്നു. ആരോപണം ഉയർന്നതോടെ തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ബ്ലോക്ക് ചെയ്തു കമ്മീഷൻ എന്നതാണ് ഒരു വസ്തുത. നമ്മുടേത് ലെവിൻ്റെത് നല്ല ഒരു അന്വേഷണമായിരുന്നു. അത് അവിടെ എല്ലാ സ്ഥലങ്ങളിലും ചെന്നു, ഈ വോട്ടർ പട്ടികയുമായിട്ട് തന്നെ ചെന്ന് അതാത് ഫ്ലാറ്റുകളിൽ ചെന്ന് ബെല്ലടിച്ച ആളുകളോട് നേർക്കുനേർ സംസാരിച്ചു. ആ സംസാരിക്കുന്നത് ക്യാമറയിലുണ്ട്. ആളുകൾക്ക് ബോധ്യപ്പെട്ടു. ഇതിനകത്ത് കെ മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, വടക്കാഞ്ചേരിയിലും മറ്റൊരു മണ്ഡലത്തിലെയും കാര്യം അദ്ദേഹം പറഞ്ഞു. അവിടെ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ചേർക്കുകയായിരുന്നു എന്ന് അന്ന് തന്നെ ഞങ്ങൾ പരാതിപ്പെട്ടതാണ് എന്ന്. കെ സുരേന്ദ്രൻ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിനകത്ത് ഈ പറയുന്ന 2 മണ്ഡലങ്ങളുടെ കാര്യം പറയുന്നില്ല. ആലത്തൂരിൽ 1,00,000 വോട്ട് കൂടുകയാണ് ഉണ്ടായത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടെ രസമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അതായത് 2 ഫ്ലാറ്റുകളിൽ മാത്രമാണ് ഈ പരിശോധന നടന്നത്. മറ്റൊന്ന് ഇപ്പം നമ്മൾ ലെവിൻ പോയി അന്വേഷിച്ചത് 2 ഫ്ലാറ്റുകളിലാണ്. അവിടെ നിന്ന് മാത്രമാണ് ഇത്രയധികം വോട്ടുകൾ. ഒരിടത്ത് 45 വോട്ടുകളാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് പരിശോധിച്ചാൽ തൃശ്ശൂരിൽ എത്ര ഫ്ലാറ്റുകളുണ്ട്? ഇപ്പോൾ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചെന്ന് പറയുന്നത് ഫ്ലാറ്റുകൾ മാത്രം ആയിക്കൊള്ളണമെന്നില്ല, അത്ര സൂക്ഷ്മമായി പരിശോധിച്ചാൽ അപ്പോൾ ധാരാളം ഫ്ലാറ്റുകളുണ്ട്. അപ്പോൾ ഈ ഫ്ലാറ്റുകളെല്ലാം കേന്ദ്രീകരിച്ച് ഈ മട്ടിൽ വോട്ട് ചേർത്തിട്ടുണ്ടാകാമെന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. കാരണം സ്വാഭാവികമായും അത് പക്ഷേ ഈ കർണാടകത്തിലൊക്കെ ചെയ്തതുപോലെയോ മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ ചെയ്തതുപോലെയോ അത്ര എളുപ്പമായിരിക്കുകയുമില്ല BJPക്ക് ഇപ്പോൾ തൃശ്ശൂർ ചേർക്കുക എന്നുള്ളത്. കേരളത്തിൽ എപ്പോഴും വോട്ടർ പട്ടിക വെച്ച് സൂക്ഷ്മമായ ഒരു പരിശോധന രാഷ്ട്രീയ പാർട്ടികൾ നടത്താറുണ്ട്. പക്ഷേ ഇവിടെ അത് നടക്കാതെ പോയതിന് കാരണം അതാണ് ഈ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് എന്നുള്ള ആരോപണത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് അറിയാമല്ലോ സനീഷ്, ഇതിപ്പോൾ എല്ലാ ഫ്ലാറ്റുകളിൽ ഓരോ ഫ്ലാറ്റിലും താമസിക്കുന്നത് ആരാണ് എന്ന് അവിടെ വന്ന് പരിശോധിക്കുന്ന ഒരു പരിപാടി പ്രാദേശികമായി രാഷ്ട്രീയ പ്രവർത്തകർക്കില്ല. ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ഇവിടെ വോട്ട് ചേർക്കാൻ എളുപ്പമാണ്. കാരണം അവിടെ ആരാണ് താമസിക്കുന്നത് നമുക്കറിയില്ല, എത്ര പേരുണ്ടെന്നറിയില്ല, അയൽവാസികൾക്ക് പോലും കൃത്യമായിട്ട് അടുത്ത ഫ്ലാറ്റിൽ എത്ര പേർ താമസിക്കുന്നുണ്ട് എന്ന് അറിയാവുന്ന ഒരു സാഹചര്യമില്ല. ഇതിലിപ്പോൾ ഒരു സ്ത്രീയുടെ വീട്ടിൽ പ്രസന്ന എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിൽ അവരുടെ അഡ്രസ്സിലാണ് 9 വോട്ടുകൾ ചേർത്തത്. പക്ഷേ അവിടെ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അവർ ഈ പരാതി അവർക്ക് നേരത്തെ തന്നെ ഈ വോട്ട് ലിസ്റ്റ് വെച്ചിട്ട് അവിടുത്തെ കോൺഗ്രസിൻ്റെ ബൂത്ത് ഏജൻറ്റിന് കാര്യം പിടികിട്ടി. ഇവിടെ ഇങ്ങനെ ഒരു 9 വോട്ട് വന്നിരിക്കുന്നു, അങ്ങനെ ഒരു വോട്ട് വരാൻ സാധ്യത ഇല്ലല്ലോ എന്നതുകൊണ്ട് അവർ അത് ചലഞ്ച് ചെയ്യും എന്ന് ഉറപ്പായതുകൊണ്ട് അവർ വോട്ട് ചെയ്യാൻ വന്നില്ല. പക്ഷേ മറ്റു പല സ്ഥലത്തും വോട്ട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടാവാം, പക്ഷേ ഇവർ വോട്ട് ചെയ്തോ എന്നതുകൂടി ഉറപ്പാവുമ്പോഴാണല്ലോ ഇവിടെ ഈ തരത്തിലൊരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുക. ഇപ്പോൾ തൽക്കാലം അത് സ്ഥിരീകരിക്കാവുന്ന സാഹചര്യമില്ല. ആകെ ഉള്ളത് എന്താണ്, ഇങ്ങനെ ചില സംഗതികൾ നടന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ അന്വേഷിക്കണം. ഈ ആവശ്യം ആരൊക്കെ ഉന്നയിക്കുന്നതാണ്? ഞാൻ ഇന്നിപ്പോൾ പോയി ഈ സോഷ്യൽ മീഡിയ പേജുകളെല്ലാം നോക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ തന്നെ അവിടുത്തെ എല്ലാ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളും CPM-ഉം CPI-യും കോൺഗ്രസും എല്ലാം ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രശ്നമുണ്ടാകുന്നു. ഇത് കെ മുരളീധരൻ പറഞ്ഞത് മാത്രമല്ല, VS സുനിൽകുമാർ പറയുന്നുണ്ട്, പ്രാദേശികമായ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെല്ലാവരും പറയുന്നുണ്ട് ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ അറിയാത്ത വോട്ടുകൾ ചേർക്കുന്നു എന്നുള്ളത്. അങ്ങനെ അറിഞ്ഞാൽ പിന്നെ അവിടെ നടപടി സ്വീകരിക്കേണ്ടതാരാ? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് അവിടെ പ്രശ്നം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വീണ്ടും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സാഹചര്യം തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഈ പരാതികൾ ഉണ്ടായപ്പോൾ അത് കൃത്യമായ ഈ പരാതികളല്ല, ഇപ്പോൾ ഓരോ കാര്യത്തിലും എന്താണ് രാഷ്ട്രീയ പാർട്ടികൾ ഈ സംശയം ഉന്നയിക്കുകയും അതിൽ പരാതി പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ അത് അന്വേഷിക്കാനുള്ള ബാധ്യത, കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെല്ലാം പരിശോധിക്കുന്നു നമുക്കറിയാലോ. ഒരു തെരഞ്ഞെടുപ്പ് കാലമായാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഓരോ പാർട്ടികളും ചെലവഴിക്കുന്ന പൈസ എത്രയുണ്ട് എന്നൊക്കെ കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അതിനവർ ചെലവഴിക്കുന്ന ആളും അർത്ഥം എത്ര വലുതാണ്. അപ്പോൾ ഈ കാര്യം ഈ പ്രോസസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ കാശ് ചെലവഴിച്ച് പോസ്റ്റർ അടിക്കുന്നുണ്ടോ എന്നുള്ളതല്ലല്ലോ, ഈ വോട്ട് ചെയ്യുന്നവരിൽ എത്ര പേര് യഥാർത്ഥ വോട്ടർമാരുണ്ട് എന്നുള്ളതല്ലേ പരിശോധിക്കേണ്ടത്. അപ്പോൾ ആ പരിശോധനയിൽ അവർ വിട്ടിരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് കേരളത്തിലെ സാഹചര്യത്തിൽ BJPയുടെ ഈ വോട്ട് ചേർക്കലിനെ കുറിച്ച് പറയാനുള്ളത്, അവർക്ക് ഇവിടെ 1-2 മണ്ഡലം വിജയിക്കണമായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു അവരുടെ ഒരു കണക്കൂട്ട്. 2 മണ്ഡലം എന്നുള്ളതാണ് അവർ തീർച്ചയായും വിജയിക്കും എന്നുള്ളത്. പിന്നെ അവസാന ഘട്ടം എത്തുമ്പോഴേക്കും അവർ ആറ്റിങ്ങൽ മണ്ഡലത്തെ കൂടി തിരുവനന്തപുരം, തൃശ്ശൂർ, പിന്നീട് ആറ്റിങ്ങൽ കൂടി അതിൻ്റെ കൂടെ ചേർക്കുകയാണ് പിന്നീട് ചെയ്തത്. അപ്പോൾ അത് അവർക്ക് ഉറപ്പുള്ള മണ്ഡലമായിരുന്നില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അവരവിടെ നടത്തി. പക്ഷേ കാലേ കൂട്ടി വോട്ട് ചേർക്കലും മറ്റു പരിപാടികളും എല്ലാം നടന്നത് തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ്. അപ്പോൾ തൃശ്ശൂർ അവർക്കൊരു ഗ്രാൻഡ് പ്ലാൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വോട്ട് ചേർക്കലാണ് നടന്നിട്ടുള്ളത്. അത്
ഇത് കേരളത്തിലെ BJP മാത്രം ചെയ്യുന്ന പണിയാണോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രാദേശികമായി ഒരു ഇപ്പോൾ മറ്റേ ചില തെരഞ്ഞെടുപ്പുകളിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പോലും നമ്മൾ കാണാറുള്ളതാണ് വോട്ട് ഇപ്പുറത്ത് കൊണ്ട് ചേർത്തിട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് കാലേ കൂട്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത്. ഇവിടെ BJP അത് ചെയ്തിട്ടുണ്ട്. ആത്യന്തികമായി അതിൽ ധാർമ്മികമായ ഒരു പിശകുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആരുടെയാണ്, സുരേഷ് ഗോപിയുടെ വീട്ടുകാരെല്ലാം വന്ന് തൃശ്ശൂർ വോട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഒരാൾ ഒരു സ്ഥലത്ത് മത്സരിക്കുകയാണെങ്കിൽ എല്ലാവരും അവിടെ പോയി വോട്ട് ചെയ്യുന്ന രീതി കേരളത്തിൽ ഇല്ല. പല സ്ഥാനാർത്ഥികൾക്കും അവർ മത്സരിക്കുന്ന മണ്ഡലത്തിൽ തന്നെ വോട്ടില്ല. സ്ഥാനാർത്ഥികൾക്ക് തന്നെ ഇല്ല. കാരണം അവരുടെ വോട്ട് ചിലപ്പോൾ അവരുടെ വീടിരിക്കുന്നിടത്തായിരിക്കും. അവസാന ഘട്ടമായിരിക്കും പാർട്ടി തീരുമാനിച്ച് വേറൊരു സ്ഥലത്ത് മത്സരിക്കാൻ പോകുന്നത്. അവർക്ക് ചിലപ്പോൾ അവിടെ വോട്ടുണ്ടാവില്ല. കാരണം അതിലൊരു ധാർമ്മിക പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇവിടെ കേരളത്തിൽ BJPക്ക് ഇല്ല എന്നുള്ളത് കൂടിയാണ് എനിക്ക് തോന്നുന്ന ഒരു ഘടകം. അതിനകത്ത് കൂട്ടിച്ചേർക്കാൻ ഒന്നേ ഉള്ളൂ. അതായത് വ്യക്തിപരമായിട്ട് ഞാൻ ഇങ്ങനെ വോട്ട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ വിജയിച്ചതെന്ന് വിചാരിക്കുന്ന ആളല്ല. വിജയിക്കാൻ മറ്റു പല കാരണങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് അവിടെ വലിയ ത്രികോണ മത്സരമാണ്. പിന്നെ സുരേഷ് ഗോപിയെ പോലെ BJPയുടെ പാർട്ടി ലെയറിന് പുറത്തുള്ള, അങ്ങനെ എത്രയോ കാലമായിട്ട് മലയാളിക്ക് അറിയാവുന്ന ഒരാളാണ് വന്ന് മത്സരിച്ചത്. ഇപ്പോഴുള്ളത്രക്ക് ചീത്തപ്പേര് പോലും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പോലും അദ്ദേഹത്തിന് ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ സ്ത്രീകൾ കക്ഷി രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ വന്ന് അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് അതെല്ലാം കൊണ്ട് അദ്ദേഹം വിജയിച്ചത് രാഷ്ട്രീയ കാരണങ്ങളാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവരാകെ ഇങ്ങനെ വോട്ട് മാറ്റി ചേർത്തിട്ട് അത് ലീഗൽ തന്നെയാണ്. ആളുകൾ ഹർഷം പറഞ്ഞതുപോലെ ആളുകൾ കൊണ്ടുവന്ന് വോട്ട് ചേർക്കുന്ന ധാർമ്മിക പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചാൽ അതിനകത്ത് ലീഗൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ കൃത്യം വിവരങ്ങൾ കിട്ടിയാൽ മാത്രമേ അവർ വോട്ട് ചെയ്തോ എന്താണ് കാരണങ്ങൾ മാത്രമേ യഥാസമയത്ത് അന്വേഷണം നടന്നിട്ടില്ല. അപ്പോൾ വീട്ടിലൊക്കെ ചേർത്തിരിക്കുന്നത് കുഴപ്പം തന്നെയാണ്. കുഴപ്പമാണ്. അവർ വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ അതിനകത്തൊരു ഇല്ലീഗൽ പ്രശ്നമുണ്ടോ എന്ന്. ഇപ്പോൾ അതുമാത്രമല്ല, പിന്നെ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾക്കപ്പുറത്ത് അവിടെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് മറ്റ് ഇരു കക്ഷികളുടെയും വീഴ്ച കൂടെ ഒരു കാരണമാണ്. അവരെ ഈ മത്സരത്തിൻ്റെ വെല്ലുവിളിയെ വേണ്ട രീതിയിൽ എടുത്തില്ല. ഇപ്പോൾ ഈ വോട്ട് ചേർക്കുന്നത്, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് വോട്ട് ചേർക്കുന്നത് തന്നെയും ഫലപ്രദമായിട്ട് നേരത്തെ കണ്ട് തടയാനൊന്നും ഇവർക്ക് സാധിച്ചില്ല. അതൊക്കെ അവസാന ഘട്ടത്തിലാണ് അവരിങ്ങനെ ഒരു സംഭവം നടക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഈ പറയുന്ന കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് പലതും പറയുന്നത്. കെ മുരളീധരൻ പറയുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. അപ്പോൾ അതിൽ പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ മത്സരിക്കുന്ന മറ്റു പാർട്ടികൾ സാധാരണഗതിയിൽ കാണിക്കുന്ന ജാഗ്രത, ഇവർ ധാർമ്മികമായിട്ടല്ലാതെ ഒരു പുതിയ പരിപാടി BJP മുന്നോട്ട് വെക്കും എന്ന ധാരണ ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഒരു കാര്യമുള്ളത്, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഗുണകരമായിട്ടുള്ള കാര്യം, രാഹുൽ ഗാന്ധി അവിടെ ഇങ്ങനൊരു വലിയ പ്രശ്നം കൊണ്ടുവന്ന് ബീഹാറിൽ ഇങ്ങനൊരു വലിയ പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി അങ്ങോട്ട് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ടർ പട്ടികയുടെ സൂക്ഷ്മത, കൃത്യത എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാകുന്നതുകൊണ്ട് ഇനി അങ്ങോട്ട് അത്ര എളുപ്പമായില്ല BJPക്ക്. അവർ പുതിയ ഏർപ്പാട് ഉണ്ടാക്കേണ്ടതായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ തന്നെ അതിൻ്റെ ലക്ഷണം കാണുന്നുണ്ട്. കാരണം ഇപ്പം നമുക്ക് നേരിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, നമ്മുടെയൊക്കെ ഫ്ലാറ്റുകളിൽ കൃത്യമായി വോട്ട് ചേർക്കൽ പരിപാടികളിലേക്കൊക്കെ അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ കടന്നിട്ടുണ്ട്. മാത്രമല്ല, ഫ്ലാറ്റുകളിലുള്ള വോട്ടുകൾ തന്നെയാണോ പോൾ ചെയ്യുന്നതെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട്. അതായത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഫ്ലാറ്റുകളിലെ വോട്ട് ചേർക്കൽ എല്ലാ പാർട്ടികളും വളരെ സജീവമായി ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് വളരെ സജീവമായി എന്നായിരിക്കും. അതെ. രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലോടെ രാജ്യവ്യാപക ചർച്ചയായ വോട്ട് കൊള്ള ആരോപണം LDFും UDFും തൃശ്ശൂരിലും ശക്തമായി ഉയർത്തിയിരുന്നു. ഈ ആരോപണത്തിലെ വസ്തുതയാണ് ന്യൂസ് മലയാളം തെരഞ്ഞത്. കണ്ടെത്തിയ കാര്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ ആശങ്കയ്ക്ക് വകവെക്കുന്നുണ്ടെന്ന് ഇന്ന് പകൽ മുഴുവൻ ഞങ്ങൾ സംപ്രേഷണം ചെയ്ത വാർത്താ ദൃശ്യങ്ങൾ സ്വയം സാക്ഷ്യം പറയുന്നുണ്ടല്ലോ. ന്യൂസ് മലയാളത്തിൻ്റെ സാമൂഹിക മാധ്യമ പേജുകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച കമൻറ്റ് കേരളത്തിലും ഇവിധം നടക്കുന്നുവോ എന്നാണ്. ഇത്രയൊന്നും സാമൂഹിക രാഷ്ട്രീയ ജാഗ്രതയില്ലാത്ത ദേശങ്ങളിൽ എന്താകും നടക്കുന്നത് എന്ന ആശങ്കയും പ്രേക്ഷകർ കമൻറ്റ് ബോക്സുകളിൽ ആവർത്തിക്കുന്നു. എന്തായാലും ഞങ്ങളുടെ അന്വേഷണത്തിൽ വെളിപ്പെട്ട വിവരങ്ങൾ ഒരു വസ്തുതാന്വേഷണ റിപ്പോർട്ടിൻ്റെ സകല ഗൗരവത്തോടെയും ഉത്തരവാദിത്തോടെയും ഞങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുകയാണ്. ശേഷം സംവിധാനങ്ങൾ അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ. ഇടവേളയിൽ